ഹായ് ഡിയേഴ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പം എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ വെളുപ്പിന് 4 മണിക്കാട്ടോ. അപ്പം ഞാൻ ആ ഒരു സമയത്ത് ഞാൻ എപ്പോഴായിരുന്നു 2 മണി എങ്ങാണ്ടായപ്പോൾ എണ്ണീറ്റതായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് കാപ്പിയൊക്കെ കുടിച്ചു. പിന്നെ വിചാരിച്ചു മേക്കിംഗ് വീഡിയോയ്ക്ക് ഒരു ഇൻട്രോ എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കാപ്പി കുടിച്ചതിൻ്റെ പുറത്ത് തന്നെ കേട്ടോ ഞാൻ ജ്യൂസ് കൂടെ കുടിച്ചത്. എനിക്ക് അതുപോലെ ദാഹമുണ്ട്. പക്ഷേ ഞാൻ ഇന്നലെ ആണെങ്കിൽ ഒരു ചപ്പാത്തി ആട്ടോ കഴിച്ചത്. എനിക്കിങ്ങനെ കഴിക്കാനൊന്നും തോന്നുന്നില്ല. പക്ഷേ കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ കഴിക്കാനൊന്നും അങ്ങോട്ട് തോന്നുന്നില്ല. അതാണ് എൻ്റെ മെയിൻ പ്രശ്നം. പിന്നെ ഞാൻ കുറേ വെള്ളമൊക്കെ കുടിച്ചു. അതിൻ്റെ ഇടയ്ക്ക് തണുത്ത വെള്ളം കുടിച്ചു, കാപ്പി കുടിച്ചു, ടാങ്ക് കുടിച്ചു, എന്തൊക്കെയോ സംഭവങ്ങൾ ഞാൻ കുടിച്ച്. എൻ്റെ പൊന്നേ, ഒന്നും പറയണ്ട. രാത്രിയിലത്തെ എൻ്റെ പരിപാടി എന്ന് പറയുന്നത് മൊത്തം ഇതാട്ടോ. ഒന്നെങ്കിൽ തീറ്റ, അല്ലെങ്കിൽ ഇങ്ങനെ കുടിക്കുക, അതുമാത്രം. അപ്പം പിന്നെന്താണ്, രാത്രിയിൽ ഉറക്കമൊന്നും ഇല്ലേന്ന് ചോദിച്ചാൽ അത്യാവശ്യം ഞാൻ ഇന്നലെയാണെങ്കിൽ നേരത്തെ ഞാൻ ഉറങ്ങിയായിരുന്നു കേട്ടോ. എപ്പോഴായിരുന്നു വെച്ചാൽ ഒരു കഴിച്ച് കഴിഞ്ഞ് ഉടനെ, അത് 7 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ കഴിച്ച് കഴിഞ്ഞായിരുന്നു. കഴിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ ഞാൻ ഫ്ലാറ്റാകും. പിന്നെ എന്നെ പിടിച്ചാൽ കിട്ടത്തില്ല. എനിക്ക് അപ്പം തന്നെ ഉറങ്ങണം. അതങ്ങനെ ഒരു ശീലമായിപ്പോയി. അപ്പം ഞാൻ നാരങ്ങ വെള്ളം കുടിച്ച്, ടാങ്കാട്ടോ അത് കുടിച്ചതിൻ്റെ ആ ഒരു എക്സ്പ്രഷനാണ് നിങ്ങളിപ്പോൾ കണ്ടത്. നാരങ്ങയുടെ എന്തോ ഫ്ലേവറാട്ടോ. പക്ഷെ അതിലും നല്ല നമുക്ക് തോന്നുന്നു നമ്മൾ സ്വന്തമായിട്ട് നാരങ്ങ വെള്ളം ഇട്ട് കുടിക്കുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നല്ലത് തോന്നുമല്ല, അതാണ് നല്ലത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് വർക്കൊക്കെ പെൻഡിങ് ഇഷ്ടംപോലെ വർക്ക് പെൻഡിങ് കിടപ്പുണ്ട്. എല്ലാവരും എന്നോട് ചോദിക്കുകയാണ് എന്താ ചെയ്യാത്തതെന്നൊക്കെ. സത്യം പറഞ്ഞാൽ നമ്മുടെ മൈൻഡ് കൂടെ ഒന്ന് സെറ്റായെങ്കിൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് സ്പീഡിൽ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം മൈൻഡ് ഇങ്ങനെ കുറേശ്ശെ ഇങ്ങനെ ആ ഒരു ബാക്ക് ഓൺ ട്രാക്കിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. നമുക്കിങ്ങനെ ചുമ്മാ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് ചെറിയ രീതിയിൽ ഇങ്ങനെ വിഷമങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അതൊക്കെ ചെറിയ കുഞ്ഞു കുഞ്ഞു വിഷമങ്ങൾ, അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഇന്നലെ എനിക്ക് വന്നൊരു ഓർഡറാണ്. ഒരു പേൾ മാലയുടെ ഒരു ഓർഡറാണ്. അപ്പോൾ ആ ഒരു മാല നമുക്ക് റിയൽ പേളിലും ചെയ്യാം, അല്ലാതെ ഗ്ലാസ് പേളിലും ചെയ്യാം. ഞാനിപ്പം ചെയ്യുന്നതെന്ന് വെച്ചാൽ കുറച്ച് ക്വാളിറ്റിയുള്ള ഗ്ലാസ് ബീഡ്സ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഗ്ലാസ് ബീഡ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മോത്തിയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും അത്യാവശ്യം നല്ല റേറ്റിന്. പിന്നെ അത് നിങ്ങൾ വാങ്ങിക്കുമ്പോൾ ക്വാളിറ്റി കുറഞ്ഞ അക്രിലിക് ആയിട്ടുള്ള പെയിൻറ്റഡ് ബീഡ്സ് വാങ്ങിക്കാതെ കുറച്ചുകൂടെ ക്വാളിറ്റിയുള്ള, അത് പൈസ കൂടുതലാണെങ്കിലും പ്രശ്നമൊന്നുമില്ല, ക്വാളിറ്റിയുള്ള ഗ്ലാസ് പേൾസ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതാകുമ്പോൾ കളർ അങ്ങനെ പോകത്തില്ല, കുറേ നാളത് നിന്നോളും. അപ്പം നമ്മളിവിടെ ഗിയർ വയറിന് പല സൈസുണ്ട്. അത് ഇപ്പോഴാണ് അറിയുന്നത്. എനിക്ക് തോന്നുന്നു ഇതെന്ന് പറഞ്ഞിരിക്കുന്നത് 0.3 ആണ്. ഞാൻ നേരത്തെ എടുത്തതെന്ന് പറഞ്ഞിരിക്കുന്നത് 0.4 ആണ്. പക്ഷേ വെയിറ്റുള്ള മാലകൾക്കൊക്കെ 0.4 എടുക്കുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ ഗോൾഡൻ ഗിയർ വയർ ആണെങ്കിൽ നമ്മൾ വയേർഡ് ആയിട്ടുള്ള മാലകളൊക്കെ ചെയ്യുമ്പോഴും, അതായത് ഫ്ലോട്ടിങ് പോലത്തെ മാലകൾ ചെയ്യുമ്പോഴും ഒന്നെങ്കിൽ നിങ്ങൾക്ക് 0.4 എടുക്കാം, കെമ്പിൻ്റെയൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ 0.3 വേണേലും എടുക്കാം. അതൊക്കെ നിങ്ങളുടെ ചോയ്സാട്ടോ. നിങ്ങൾക്ക് ഏതാണ് പെർഫെക്റ്റ് ആയിട്ട് തോന്നിയതെന്ന് വെച്ചാൽ അതെടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ എല്ലാ മാലകൾക്കും ചെയ്യുമ്പോൾ കുറച്ച് നല്ല കൊളുത്തുകളൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നമ്മൾ സാധാരണ കൊളുത്തുകൾ യൂസ് ചെയ്യാതെ കുറച്ചുകൂടി വെയിറ്റുള്ള മാലകൾക്കൊക്കെ ഇടുന്ന ഒരു സൈസ് കൊളുത്തുകളൊക്കെ ഉണ്ട്. എനിക്ക് എന്താ പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. അത് നിങ്ങൾ നോക്കിയിട്ട് നല്ല കൊളുത്തൊക്കെ നോക്കിയിട്ട് വാങ്ങിക്കാം. ഇപ്പോൾ ഗോൾഡ് എന്തായാലും കുറച്ച് കഴിയുമ്പോഴത്തേക്കും അത് കളറും ഫെയ്ഡ് ആവാൻ ചാൻസ് ഉണ്ട്. അത് എല്ലായിടത്തുനിന്നും അങ്ങനെ, അല്ലെങ്കിൽ പിന്നെ നമ്മൾ തന്നെ പ്ലേറ്റ് ചെയ്യിപ്പിച്ച് നമ്മൾ തന്നെ അത് എടുക്കണം. അപ്പോൾ സിൽവർ ആകുമ്പോഴത്തേക്കും ആ ഒരു പ്രശ്നം വരത്തില്ല. പിന്നെ നമ്മൾ തന്നെത്താനെ ഇങ്ങനെ സൂക്ഷിക്കുന്ന പോലെ ഇരിക്കും. അപ്പം നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ജ്വല്ലറിയൊക്കെ ആരെങ്കിലും വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അതിൽ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ എഴുതിയിടാം. അപ്പം ഞാനാണെങ്കിൽ ഗിയർ വയർ എല്ലാവർക്കും മീൻസ് ഇത് ലോക്ക് ചെയ്യാനായിട്ട് എല്ലാവർക്കും ഞാൻ എൻ്റെ ഒരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ചാനലിൽ കുറേ നാളുകൾക്ക് മുമ്പ് ഞാൻ അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നു.
അപ്പോൾ നമ്മൾ എന്നിട്ട് അതിലേക്ക് ബീഡ്സ് ഇങ്ങനെ കയറ്റി കയറ്റി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതെന്ന് പറഞ്ഞേക്കുന്നത് പുതിയൊരു ഡിസൈനാണ്. നല്ലൊരു ഡിസൈനായിട്ട് എനിക്കിത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. സിമ്പിളായിട്ടുള്ളൊരു വർക്കാണിത്. അപ്പം നമുക്ക് ഈ വൈറ്റ് ഗ്ലാസ് പേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും പ്യുവർ വൈറ്റും ഉണ്ട്, ഓഫ് വൈറ്റും ഉണ്ട്. അങ്ങനെ ഒരുപാട് വൈറ്റ് കളേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പം കസ്റ്റമർ എന്താ പറയുന്നതെന്ന് വെച്ചാൽ അതനുസരിച്ച് നിങ്ങൾ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. ഓഫ് വൈറ്റും പ്യുവർ വൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ദാണ്ടെ ഈ ഒരു ഇടയ്ക്കൊരു നീല പോലത്തെ ഒരു കളറൊക്കെ വരും. അതാണ് പ്യുവർ വൈറ്റ് എന്ന് പറഞ്ഞേക്കുന്നത്. എനിക്കിത് ഇടയ്ക്ക് ഇങ്ങനെ ഒരു ട്രാൻസ്പെറൻറ്റ് നീല പോലെ എനിക്കിങ്ങനെ തോന്നിയായിരുന്നു. അപ്പം നമ്മൾ ഇടയ്ക്കാണെങ്കിൽ നമ്മൾ ഇതുപോലൊരു ഒരു ഹാങ്ങിങ് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലൊരു സിൽവറിൻ്റെ ഒരു സംഭവം വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അപ്പുറത്ത് എങ്ങനെയാണോ നമ്മൾ ചെയ്തത് അതുപോലെ തന്നെ ഇപ്പുറത്തും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഹാങ്ങിങ് വെക്കുന്നിടത്താണെങ്കിൽ നമ്മൾ ബീഡ്സും ബീഡ് ക്യാപ്പുമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ കയ്യിൽ ഇപ്പോൾ എന്ത് മെറ്റീരിയൽ കിട്ടിയെന്ന് പറഞ്ഞാലും അതിന് ഒരു യൂസ് മാത്രമല്ല ഉള്ളത്. അതിന് ചിലപ്പം ഡബിൾ യൂസ്, ചിലപ്പോൾ അതിന് മൾട്ടിപ്പിൾ യൂസ് ആയിരിക്കും അതിന് ഉള്ളത്. അപ്പം നമ്മളത് കണ്ടുപിടിച്ച് നമ്മൾ സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഈ ഒരു മേഖലയിലാണെങ്കിൽ നമ്മൾ പുതിയ പുതിയ ഡിസൈൻസ് ഇറക്കുന്നതനുസരിച്ചിരിക്കും നമ്മുടെ ആ ഒരു സെയിലും കാര്യങ്ങളും ഒക്കെ. ഇപ്പോൾ ഒരാൾ തന്നെ ഇറക്കിയ ഡിസൈൻ അല്ലാതെ വേറെ ഡിസൈൻസൊക്കെ ഇറക്കുവാണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് സെയിലും കാര്യങ്ങളും ഒക്കെ നടക്കും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ നമ്മൾ ഇൻസ്റ്റയിലും എഫ് ബിയിലും നമ്മുടെ പ്രൊഫൈലും അത് മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ള ആ ഒരു ചിന്ത വേണം നമ്മൾ ആദ്യം മാറ്റാൻ വേണ്ടിയിട്ട്. ഇപ്പം എല്ലാവർക്കും സെയിലാണ് ഭയങ്കര പ്രശ്നമായിട്ട് വരുന്നത്. എല്ലാം ഉണ്ടാക്കി വീട്ടിൽ വെച്ചിരിക്കും. ഞാൻ പറയട്ടെ, ഒരു കാര്യം പറയട്ടെ, നമ്മുടെ അടുത്ത് ആരും ഒരിക്കലും വരത്തില്ല. നമ്മുടെ ഫ്രണ്ട്സ് ആണെങ്കിലും റിലേറ്റീവ്സ് ആണെങ്കിലും എല്ലാവരും നമ്മൾ ഒരു പരിധി വരെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ചിലയിടത്ത് എൻ്റെയൊക്കെ സമയത്ത് അതുപോലും ഇല്ലായിരുന്നു. അപ്പം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പോസ്റ്റ് ഇടുക. അത് എഫ് ബിയിലാണെങ്കിലും ഇപ്പം എഫ് ബിയുടെയും ഇൻസ്റ്റയുടെയും വാട്സപ്പിൻ്റെയൊക്കെ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ ടെക് ചാനൽസൊക്കെ നോക്കിയാൽ മതി. അപ്പം അങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ സ്വയം സെർച്ച് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് സെയിൽ നടക്കത്തുള്ളൂ. അല്ലാതെ വേറൊരാൾ വന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്യും, നമ്മുടെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകുമെന്നിങ്ങനെ വിചാരിക്കാതെ നമ്മൾ സ്വന്തമായിട്ട് അധ്വാനിച്ചെങ്കിൽ മാത്രമേ നമുക്ക് സെയിൽ നടക്കത്തുള്ളൂ. നമുക്ക് റിസൾട്ട് ഒന്നും കിട്ടിയില്ലെങ്കിൽ പോലും നമ്മൾ ആ ഒരു കൺസിസ്റ്റൻസി എപ്പോഴും നമ്മൾ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പം എല്ലാ സോഷ്യൽ മീഡിയയിലും കൺസിസ്റ്റൻസിയാണ് മെയിനായിട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടും വേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു മടുപ്പില്ലാതാകണം. ആ ഒരു കൺസിസ്റ്റൻസിയാണ് കീ എന്ന് പറഞ്ഞേക്കുന്നത്. ആ കൺസിസ്റ്റൻസി നമ്മൾ എപ്പോഴും കീപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. അപ്പം നമ്മുടെ ആ ഒരു മാല ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു നെക്കിൻ്റെ അടിവശം മീൻസ് ഇപ്പോൾ കസ്റ്റമർ പറയുകയാണ് ചെസ്റ്റ് പോർഷൻ്റെ അവിടെ വരെ മതിയെങ്കിൽ അത്രയും ലെങ്ത് നിങ്ങൾ നോക്കിയിട്ട് അതെടുക്കുക. ഇൻ കേസ് നിങ്ങൾക്ക് ലെങ്ത് എടുക്കാൻ അറിയത്തില്ലെങ്കിൽ ഗൂഗിളിലൊക്കെ അതുപോലത്തെ സൈസ് ചാർട്ടുകൾ കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതിയാകുന്നതാണ്. അപ്പം അടിയിൽ ഞാനാണ് ബീഡ് ക്യാപ്പും ഒരു രണ്ട് ബീഡ്സ് കൂടെ വെച്ചിട്ട് ഇതുപോലൊരു കുഞ്ഞൊരു ലോക്കറ്റ് കൂടെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഇത് നമുക്ക് ഇന്നലെ കിട്ടിയൊരു ഓർഡറാണ്, പെട്ടെന്ന് കിട്ടിയൊരു ഓർഡറാട്ടോ. അപ്പം എനിക്ക് കസ്റ്റമൈസേഷൻ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ടൈം എടുക്കുന്നുണ്ട്, നമുക്ക് ഒത്തിരി ടൈം എടുക്കുന്നുണ്ട്. അപ്പം അതൊക്കെ ഇനി സെറ്റാക്കി വരണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അതിൻ്റെ ഒരു കമ്മലൂടെ ഞാനിവിടെ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ കൂട്ടുകാർക്കും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്യാനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സെയിൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ കഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു നമുക്ക് റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കണ്ടുമുട്ടാം ഡിയേഴ്സ്. നല്ലതിനും ആശംസിക്കുന്നു. താങ്ക് യു.